അത് വിശ്വസിക്കാൻ പറ്റുമോ? 21 ഞാൻ ദുബായി പോണ ടൈമിൽ എനിക്ക് അന്ന് എൻ്റെ അടുത്ത് അതൊന്നുമില്ല. ഞാൻ അന്ന് ജോലി വെച്ചിട്ടാണ് പോണത് ദുബായിക്ക്. അന്ന് പോണ ടൈമിൽ ഫസ്റ്റ് എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് കൽഫുൻ്റെ ബാക്കിലൊരു വലിയ കഥ ഉണ്ട്. അപ്പം ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട ഒരാളല്ലേ ഈ എൻ്റെ കഴിവിൽ തന്നെ വിശ്വസിച്ച് എൻ്റെ ടാലൻ്റായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ കൽഫോൺ എനിക്കൊരു മോട്ടിവേഷൻ തന്നതാണ്. അന്ന് ഒരുപാട് ആൾക്കാരോട് ഞാൻ ജോലി ചോദിച്ചിരിക്കുന്നത്, അതായത് പല മേഖലയിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു ദുബായിൽ നിന്ന് വീഡിയോ കിട്ടീനി, ഞാൻ പണ്ട് സൂപ്പർ മാർക്കറ്റിൽ ജോലി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതൊക്കെ ഫേക്കാണ്. അതൊന്നും ഫേക്കല്ല. ഞാൻ കുറേ ആൾക്കാരോട് സൂപ്പർ മാർക്കറ്റിൽ, സ്കൂളിൽ, ഹോം ട്യൂഷന്, അതേപോലെ ഒരുപാട് ജോലി ചോദിച്ചു. ഹോം ട്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹോം ട്യൂഷൻ എടുക്കാൻ പറ്റുമോ, ഫ്ലാറ്റിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫാമിലീസിലൊക്കെ കുട്ടികൾക്ക് എടുക്കണം. കാരണം എനിക്ക് ഹിന്ദി ക്വാളിഫിക്കേഷൻ, അറബി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ അറബിക്ക് ടൈപ്പ് റൈറ്റിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ സ്ഥാനത്തിൻ്റെ പിന്നാലെ പോയി നോക്കിയിരിക്കുന്നത്. പക്ഷെ ഒന്നും ശരിയായില്ല. അവസാനം ഇപ്പോൾ ഈ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോകാനുള്ളത് ഇതാണ് പടച്ചോ എനിക്ക് എടുത്തു വെച്ചത് തോന്നുന്നു. മാഷാ അല്ലാഹ്, അള്ളാൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും എന്താവില്ല, ചെറുതാവില്ല. എപ്പോൾ ചെറുത് തട്ടി വീഴുണ്ടെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്നെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, ആരും പറ്റിക്കാതെ അത് നേടാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു വഴി നിങ്ങളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരിക്കലും നമ്മളിങ്ങനെ ചിന്തിക്കരുതാ ഒരാളെ പറ്റിച്ചുകൊണ്ട് എനിക്ക് നേടണം, അല്ലെങ്കിൽ ഓനെ പൊട്ടനാക്കിയിട്ട് എനിക്ക് നേടണം, അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്ക് നേടണം. എങ്ങനെ എനിക്കറിയാം, ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ എൻ്റെ സ്വപ്നങ്ങൾ കൊണ്ട് ഒരാൾക്കും ഒരു ഇടങ്ങേറില്ലാണ്ട് എനിക്ക് സ്വന്തമായി നേടണം എന്നുള്ള ചിന്താഗതി നേടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ആ നേടിക്കഴിഞ്ഞുകൊണ്ട് എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കൂടി ജീവിതമാർഗ്ഗം എന്തെങ്കിലും എനിക്ക് ആ നേടിക്കഴിഞ്ഞാൽ ജീവിതമാർഗ്ഗമല്ല, എന്തൊക്കെ എനിക്ക് എൻ്റെ ആ നേടുന്ന ടൈമിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ ലൈഫ് ഹാപ്പി.